വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഗാർലിക് സോസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ സോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ കുറേ ഡിഷസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ ചാനലിൽ കാണിക്കാം. അതേപോലെ തന്നെ നമുക്ക് KFC അതേപോലെ ഗ്രിൽഡ് ചിക്കൻ പോലുള്ള ഫുഡിൻ്റെ ഒക്കെ ഒപ്പം സൈഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസസ് ആക്കിയ പൊട്ടാറ്റോ, അതേപോലെ 3 അല്ലി വെളുത്തുള്ളി, ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത പൊട്ടാറ്റോ അതേപോലെ വെളുത്തുള്ളി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ഫ്രഷ് വെളുത്തുള്ളി കൂടിയിട്ട് ആഡ് ചെയ്യുക. ഒരെണ്ണം ആഡ് ചെയ്താൽ മതിയാവും, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് മിക്സിയിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിക്നെസ് കുറവായി തോന്നുകയാണെന്നുവെച്ചെങ്കിൽ വീണ്ടും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും ഒരു മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സോസ് തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇപ്പോൾ തിക്നെസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗാർലിക് സോസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.